ജാതിമത ഭേദമന്യേ ജനങ്ങൾ ഒന്നായെത്തുന്ന ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. പൊങ്കാല ഇടാനും പൊങ്കാല ഇടുന്നവർക്ക് സഹായങ്ങൾ നൽകാനും എല്ലാവരും മുന്നിലുണ്ട്. തിരുവനന്തപുരം പാളയത്തേക്ക് വന്നാൽ പൊങ്കാല ദിവസത്തെ ആ മനോഹര കാഴ്ച കാണാം. പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ, അടുത്ത് പാളയം ജുമാ മസ്ജിദ്, തൊട്ടടുത്ത് ശ്രീ ശക്തി വിനായക ക്ഷേത്രം. എല്ലാ ആരാധനാലയങ്ങൾക്ക് മുന്നിലും പൊങ്കാല അടുപ്പുകൾ ഒരുങ്ങിയിട്ടുണ്ട്. പൊങ്കാല അർപ്പിക്കാനെത്തുന്നവർക്ക് മസ്ജിദിലും കത്തീഡ്രലിലും എല്ലാ വർഷവും സൗകര്യങ്ങൾ ഒരുക്കാറുണ്ട്. ഇവിടെ അങ്ങനത്തെ ഇതൊന്നും ഇല്ല. എല്ലാവരും നല്ല സ്നേഹത്തോടെയാണ്. എല്ലാ സൗകര്യവും തരാറുണ്ട്. ഞങ്ങൾക്ക് വിശ്രമിക്കാനുണ്ട്, ഞങ്ങൾക്ക് കുളിക്കാനുണ്ട്, ആഹാരമുണ്ട്, എല്ലാത്തിനും നല്ല സൗകര്യമാണ്. നല്ലൊരു അനുഭവം. എന്താ പറയുന്നത്, ഇവിടെ എല്ലാത്തിനും സൗകര്യം ഒരുക്കി തരുന്നുണ്ട്. പള്ളിയിൽ എത്രയോ ജനങ്ങൾ വരുന്നതാണ്. എല്ലാ വർഷവും പൊങ്കാലാർപ്പണത്തിനായി ഈ സ്ഥലം തെരഞ്ഞെടുക്കുന്നവരെയും കാണാം. 5-8 വർഷമായിട്ട് ഇവിടെ വന്നിട്ടുകൊണ്ടിരിക്കുക. വളരെ സന്തോഷം, വളരെ അനുഗ്രഹം, അമ്മയുടെ നല്ല അനുഗ്രഹം ഞങ്ങൾക്കുണ്ടായി. അത് തന്നെയല്ലേ ഈ പള്ളിയുടെ മുന്നിലും എല്ലാം നിൽക്കുന്നത്. ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷമാണ്. ഞങ്ങൾ അതിന് തന്നെ ഇവിടെ വരുന്നത്. ഇവിടെ തന്നെ നിൽക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ വരുന്നത്. എല്ലാ വർഷവും ഇവിടെ തന്നെ കിട്ടണമെന്നുള്ള ആഗ്രഹത്തിലാണ് വരുന്നത്. വിദ്വേഷവും വെറുപ്പും വർദ്ധിച്ചു വരുന്ന കാലത്താണ് മതസൗഹാർദ്ദത്തിന്റെ ഈ കാഴ്ചയെന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.